നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക സർവകലാശാലയിലെ തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർവകലാശാല ജനറൽ കൌൺസിൽ യോഗം നടന്ന യൂണിവേഴ്സിറ്റിയിലെ ഇടത് ട്രേഡ് യൂണിയൻ സംഘടനകളുടെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തൃക്കൂർ മതികുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഭാഗവത സപ്താഹ യജ്ഞവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലയിൽ റെഡ് അലർട്ട്. മന്ത്രി OJ ജനീഷിന്റെ സാന്നിധ്യത്തിൽ അടിയന്തര ദുരന്ത നിവാരണ യോഗം ചേർന്നു. വാർത്തകൾ വിശദമായി. മണ്ണുത്തി മാടക്കത്തറ KNR റോഡിൽ പടിഞ്ഞാറെ വെള്ളാനിക്കര ആണ്ടോണി തേവർ അമ്പലത്തിന് സമീപം കേവലം ഒരു മാസം മുൻപ് പ്രധാന റോഡിൽ ജലം ഒഴുകിപ്പോകുന്നതിനായി വെട്ടിപ്പൊളിക്കുകയും തുടർന്ന് ടൈൽ വിരിച്ച് ലക്ഷങ്ങൾ പാഴാക്കിയിരിക്കുകയാണ്. കാനയുടെ ഒരു ഭാഗത്തുണ്ടായ ചെറിയ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ എന്ന പേരിൽ പൊതുപണം ചിലവാക്കി നിർമ്മിച്ച ഈ റോഡ് നിർമ്മാണം സമീപ പ്രദേശങ്ങളെ ആകെ വെള്ളക്കെട്ടിലാക്കുകയും ജനങ്ങൾക്ക് സഞ്ചരിക്കാനോ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലായിരിക്കുകയാണ്. ഈ നിർമ്മാണത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്താനും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പടിഞ്ഞാറെ വെള്ളാനിക്കര വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VS പ്രദീപ് ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ V സുകുമാരൻ മാസ്റ്റർ, സന്തോഷ് വള്ളൂർ, ഉണ്ണികൃഷ്ണൻ AK, നിഖിൽ ദേവ് CJ, പ്രദീപ് KK, രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. മണ്ണുത്തിയിൽ നിന്നും മാടക്കത്തറയ്ക്ക് പോകുന്ന KNR റോഡിലെ പടിഞ്ഞാറെ വെള്ളാനിക്കര ആണ്ടുംതേവർ പ്രദേശത്ത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് പൂർത്തീകരിച്ച റോഡിൻ്റെ ഈ അവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. വെള്ളക്കെട്ട് മൂലം ഈ പ്രദേശത്താകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് റോഡ് വീണ്ടും പുനർനിർമ്മീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് റോഡ് മുഴുവൻ മണ്ണ് മാറ്റി അതിലെ ടൈൽ വിരിച്ചുകൊണ്ട് ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായി. ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയത്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു മഴ പെയ്തപ്പോൾ ഈ പ്രദേശത്ത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വീടുകളിലേക്ക് വെള്ളം കയറി, അതുപോലെ തന്നെ റോഡ് പൂർണ്ണമായും സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലായിരിക്കുകയാണ്. അതുപോലെ തന്നെ വീടുകളിലേക്ക് വെള്ളം കയറി വാഹനങ്ങൾക്ക് തടസ്സമുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. കേവലം ഒരു മാസം മുമ്പ് പൂർത്തീകരിച്ച ഈ റോഡ് ഇതുവരെയും കൃത്യമായ ഒരു നിർദ്ദേശമില്ലാത്ത രീതിയിലാണ് ഈ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ പ്രവൃത്തിയെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഈ പ്രദേശത്ത് രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പടിഞ്ഞാറെ വെള്ളാനിക്കര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ ധർണ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ട് അടിയന്തരമായി വിഷയത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത് ജനങ്ങളുടെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഒരു മഴ പെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇനി മഴ കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യം വന്നാൽ ഈ പ്രദേശം മുഴുവൻ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച സ്വരം കാവ്യാഞ്ജലി കാവാലം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഫാദർ പോൾ പൂവത്തിങ്കൽ, എഴുത്തുകാരനും തൃശൂർ ലിറ്റററി ഫോറം പ്രസിഡന്റുമായ K ഉണ്ണികൃഷ്ണൻ, കവി അനിൽകുമാർ കോലഴി, സാഹിതി ഡയറക്ടർ അപർണ ബാലകൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന രണ്ട് മഹത് വ്യക്തിത്വങ്ങളാണ്. സംഗീതത്തിലൂടെയും ഭക്തിഗാനങ്ങളുടെയും മലയാളികളുടെ ഹൃദയത്തിൽ അനശ്വരമായൊരു സ്ഥാനം നേടിയ കാവാലം ശ്രീകുമാർ സാറിനെ നമുക്കിന്ന് കേൾക്കാൻ സാധിക്കുന്നു എന്നതിൽ വലിയ സന്തോഷവും അഭിമാനവും. കേട്ടിട്ടില്ലേ തുടി കൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ അയ്യയ്യ വരവം വിളിപ്പൂങ്കല മെയിലണിഞ്ഞകരിമ്പൂതം അയ്യയ്യ വരവം വിളിപ്പൂങ്കല മെയിലണിഞ്ഞകരിമ്പൂതം
കാതിൽ പിച്ചളത്തോട് കഴുത്തിൽ കലപല പാടും പണ്ടങ്ങൾ കാതിൽ പിച്ചളത്തോട് കഴുത്തിൽ കലപല പാടും പണ്ടങ്ങൾ അരുകിലാനുക്കിലാണി ചായക്കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം അരുകിനലുക്കണി ചായക്കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം ചെപ്പിണ ചെമ്മണി കുത്തുമുളകളിൽ ചെലിലിഴയും പൂവാല്യം ചെപ്പിണ ചെമ്മണി കുത്തുമുളകളിൽ ചെലിലിഴയും പൂവാല്യം തിരുഹൃദയ രക്തം കുടിക്കാൻ ഇഷ്ടവധുവാം നിന്നെ സൂര്യനണിയിച്ചൊരാ ചിത്രപടകഞ്ചുകം ചീന്തി നിന്നഗ്രവേദിയിൽ നഖം താഴ്ത്തി മുറിവുകളിൽ നിന്നുതിരും ഉദിരമവർ മോന്തി സമസ്ത സുഖിനോ ഭവന്തു ശാന്തി ശാന്തി ആയുരാരോഗ്യ സൗഖ്യം. കാർഷിക സർവകലാശാലയിലെ തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർവകലാശാല ജനറൽ കൌൺസിൽ യോഗം നടന്ന യൂണിവേഴ്സിറ്റിയിലെ ഇടത് ട്രേഡ് യൂണിയൻ സംഘടനകളുടെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും എത്തിയ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു. തൊഴിലാളികളിൽ നിന്നുള്ള ക്ലാസ് 4 നിയമനം നടപ്പിലാക്കുക, കാലങ്ങളായ കാഷ്വൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, നിർത്തലാക്കിയ ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. KAULA AITUC സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KS മധുസൂദനൻ നായർ അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. PR സുരേഷ് ബാബു, CV പൗലോസ്, SL ഷിബു, രമണി പട്ടാമ്പി, VR മനോജ്, ഉണ്ണി പീലിക്കോട്, സജേഷ് അമ്പലവയൽ, ഫിറോസ് ഫ്രാൻസിസ്, സിജു, PS രജനി, KU പ്രിയ, ഷീജ അമ്പലവയൽ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. എന്നാൽ കേരളത്തിലെ ഭരണമാറ്റത്തെ തുടർന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിലെ അധികാരമേറ്റു. ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ ഭരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരാണ് എന്നതാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നമുക്കറിയാൻ കഴിയുന്നത്. എന്നാൽ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പറയുകയുണ്ടായി, കേരളത്തിലെ 35 MLA-മാരെ ഞങ്ങൾക്ക് ജയിപ്പിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിന്റെ ഭരണം ഞങ്ങൾ പിടിച്ചെടുക്കും. പക്ഷേ 2 മാസം പിന്നിടുമ്പോൾ കേരളത്തിലെ ആളുകൾക്ക് അറിയാൻ തുടങ്ങി 35 MLA-മാരുടെ ആവശ്യമില്ല, 3 MLA-മാരുണ്ടെങ്കിലും BJPക്ക് കേരളത്തിൽ ഭരണം നടത്താൻ കഴിയുമെന്ന കാഴ്ചയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് VD സതീശൻ ഈ കേരളത്തിൽ കാണിച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് കേരളത്തിന്റെ എല്ലാ മേഖലകളിലും 3 MLA-മാരെ വെച്ച് എങ്ങനെയാണ് കാവ്യവൽക്കരിക്കുവാൻ കഴിയുക എന്ന കാഴ്ച കേരളീയ സമൂഹത്തിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കാർഷിക സർവകലാശാലയിൽ നിലനിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളികളുടെ ലീവ് സറണ്ടർ ഇല്ലാതാക്കുക, അത് ഇല്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള തീരുമാനമെടുക്കുന്നതിന് സാധ്യതയുണ്ട്. കാർഷിക സർവകലാശാലയിൽ ഇന്നലെ വരെ നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഒട്ടനവധി പ്രശ്നങ്ങൾ നിലനിരുന്ന ഒരു കേന്ദ്രമാണ്, തൊഴിൽ കേന്ദ്രങ്ങളാണ്, അല്ലെങ്കിൽ അതിന്റെ ഭരണ സംവിധാനങ്ങളുടെ കേന്ദ്രമാണ് കാർഷിക സർവകലാശാല ഉണ്ടായിരുന്നത് എങ്കിൽ അതിനെയെല്ലാം പടിപടിയായി ഉയർത്തുവാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം, സംവിധാനങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ചിരുന്നു. ആ സ്വീകരിച്ചിരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കാർഷിക സർവകലാശാലയുടെ ഭരണശിലാ കേന്ദ്രത്തിലെ 1000 ഏക്കർ വരുന്ന ഈ ഭൂമിയിൽ 138 തൊഴിലാളികൾ മാത്രമുണ്ടായിരുന്ന ഈ കാർഷിക സർവകലാശാല
10 വർഷക്കാലത്തിനുമുണ്ട്. ആ 10 വർഷക്കാലം നിലനിൽപ്പ് ജനാധിപത്യം ധരിച്ചു സ്ഥലത്തിൽ ആ 465 തൊഴിലാളികളായി പണിയെടുക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായി കാർഷിക സർവകലാശാല മാറി. കടന്നു വന്ന തൊഴിലാളികൾ ഏതെങ്കിലും അർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ വരുമ്പോ അതിന്റെ ജനറൽ കൗൺസിൽ ഇടതുപക്ഷത്തിന്റെ വേദിയിൽ നിൽക്കുമ്പോ ഏതെങ്കിലും കടന്നു വന്ന 400 തൊഴിലാളികൾക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ ഏതെങ്കിലും ട്രേഡ് യൂണിയന്റെ ആളുകൾക്കോ 1 രൂപ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അവന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ണിനെ അറിയുന്ന തൊഴിലാളി അവൻ തന്നെയായിരിക്കണം. ഇതിനകത്ത് അവൻ വിശേഷിക്കുന്ന സമയം വരെ പണിയെടുക്കേണ്ടത് എന്ന ഇച്ഛാശക്തിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുന്നത്. ആ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ആ തൊഴിലാളികളെല്ലാം ഈ കാർഷിക സർവകലാശാലയ്ക്കകത്ത് കടന്നു വന്നത്. സമരം ചെയ്യുന്ന തൊഴിലാളികളെ ക്രൂശിക്കാനല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത്. അവരെ ചേർത്ത് പിടിക്കാനാണ്. അവർ തൊഴിലാളികളാണ്. അതുകൊണ്ട് ഈ കാർഷിക സർവകലാശാല കൃഷിക്കാർക്ക് പലർന്ന് ഗുണമില്ല, തൊഴിലാളികൾക്കില്ല, വിദ്യാർത്ഥികൾക്കില്ല. വളരെ നിരാശജനകമായ ഒരു സ്ഥിതി കൂടിയാണ് ഈ സർവകലാശാല മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സർവകലാശാല ദിനം പ്രതി തൊഴിലാളികൾക്കെതിരായി അവരുടെ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിനും വെട്ടിക്കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികളാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കണ്ടുപിടിച്ചൊരു നിഘണ്ടു തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി സർവകലാശാല രക്ഷപ്പെടുത്തുന്നത്. ഇവിടെ എത്രയോ കാലമായി നടന്നു വരുന്ന കീഴ്വഴക്കങ്ങൾ, ആനുകൂല്യങ്ങൾ എല്ലാം നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ജോലി ചെയ്ത് വരുന്ന തൊഴിലാളികൾക്ക് പ്രൊമോഷന്റെ ഒരു തീരുമാനം കിട്ടി. ലാസ്റ്റ് ഇയറിൽ സർവീസിൽ അതിന് അപേക്ഷ അടിച്ചു, ടെസ്റ്റ് കഴിഞ്ഞു, റാങ്ക് ലിസ്റ്റായി. ഇപ്പം അത് റദ്ദാക്കി എന്നാണ് പറഞ്ഞത്. ഏത് നിയമമനുസരിച്ചാണ് ഇത് റദ്ദാക്കാൻ കഴിയുന്നത്? വളരെ വിശദമായി ചർച്ചകൾ നടത്തി സർവകലാശാലയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും എല്ലാ നിലവാരത്തിലും ചർച്ച ചെയ്ത് എടുത്തൊരു തീരുമാനമാണ് നാഷണൽ സർവീസിലേക്കുള്ള പ്രൊമോഷൻ എന്നത്. തൃക്കൂർ മതികുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഭാഗവത സപ്താഹ യജ്ഞവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും സംഘടിപ്പിച്ചു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള രാമായണ പാരായണവും ഭഗവത് സേവയും വിശേഷാൽ പൂജകൾ എന്നിവ ജൂലൈ 17 മുതലാണ് ആരംഭിച്ചത്. തുടർന്ന് ഓരോ ദിവസവും പ്രത്യേക ചടങ്ങുകളും നടത്തിവന്നു. ഞായറാഴ്ച നടത്തിയ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഇല്ലം നിറ, തൃപ്പുത്തരി, ഗജപൂജ, ആനയൂട്ട് എന്നീ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രത്യേക പൂജാ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ആദ്യ ഉരുള ആനയ്ക്ക് നൽകി. തുടർന്ന് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും ആനയൂട്ടിൽ പങ്കാളികളായി. 6 ഗജവീരന്മാരാണ് ആനയൂട്ടിൽ പങ്കെടുത്തത്. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ സുരേഷ് നെല്ലിശ്ശേരി, മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, സുനിൽ കുമാർ തെക്കൂട്ട്, ജയൻ പൊട്ടംകണ്ടത്തിൽ, ദിലീപ് മുളങ്ങാട്ടുകര, സുരഭിദാസ് പത്താഴക്കാടൻ, സജീവൻ പണിക്കപ്പറമ്പിൽ, സത്യൻ മാസ്റ്റർ മംഗലത്ത്, നീതു കുറത്ത് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് എല്ലാവർക്കും പ്രസാദഊട്ടും ഉണ്ടായിരുന്നു.
ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത 544 മുല്ലക്കര മുളയം റോഡ് ജംഗ്ഷനിൽ അശാസ്ത്രീയ റോഡ് നിർമ്മാണം. സംസ്ഥാനത്തെ ആദ്യത്തെ രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഇവിടെയുണ്ടായത്. ഇരുഭാഗത്തു നിന്നും വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വെള്ളം തെറിച്ച് മറ്റുള്ള വാഹനങ്ങളുടെ കാർ, 2 വീലർ തുടങ്ങിയ ചെറുവാഹനങ്ങളുടെ മേൽ ഉഗ്രശബ്ദത്തിൽ വെള്ളം തെറിച്ചു വീഴുകയും വെള്ളം വീഴുന്ന വാഹനങ്ങളുടെ നിയന്ത്രണം തെറ്റുകയും ചെയ്യുന്നു. 100 കിലോമീറ്ററാണ് ദേശീയപാതയിൽ അനുവദിച്ചിരിക്കുന്ന വേഗത. ഈ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ വെള്ളക്കെട്ടിലേക്ക് പോകുമ്പോൾ നിയന്ത്രണം തെറ്റുന്നു. രാത്രിയാണ് കൂടുതൽ അപകട സാധ്യത ഉണ്ടാകുന്നത്. ഈ മേഖലയിൽ വഴിവിളക്ക് പോലുമില്ല. അപകടകരമായ രാസവസ്തുക്കളും ടാങ്കർ, പെട്രോൾ വാഹനവും നിരന്തരം കടന്നു പോകുന്ന പാതയാണിത്. ഉത്തരവാദിത്തപ്പെട്ട അധികാര സ്ഥാനത്തിരിക്കുന്നവർ അപകടകരമായാണ് നാഷണൽ ഹൈവേ 544 പരിപാലനം നടത്തുന്നത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തൃശൂർ ജില്ലയിൽ റെഡ് അലർട്ട്. മന്ത്രി OJ ജനീഷിന്റെ സാന്നിധ്യത്തിൽ അടിയന്തര ദുരന്ത നിവാരണ യോഗം ചേർന്നു. തൃശൂർ ജില്ലയിൽ അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത പ്രവചിച്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി OJ ജനീഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത്. മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ അടിയന്തരമായി ഒഴിപ്പിക്കാനും തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കാനും കളക്ടർ നിർദ്ദേശം നൽകി. കൂടാതെ ഓഗസ്റ്റ് മാസം കഴിയുന്നതുവരെ പെരിങ്ങൽകുത്ത് അണക്കെട്ടിലെ ഗേറ്റുകളുടെ നിലവിലുള്ള സ്ഥിതി തുടരാനും ജലനിരപ്പ് പരിശോധിച്ച് സ്ലൂയിസ് ഗേറ്റുകൾ തുറന്നുവെക്കാനും യോഗത്തിൽ തീരുമാനമായി. ഒരിടവേള കൂടി. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി
digital X-ray, ultrasound and color Doppler scanning, modular laboratory, ECG and doctors consultation. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വീണ്ടും വാർത്തകളിലേക്ക്. മഴക്കെടുതിയെ തുടർന്ന് DCC പ്രസിഡന്റ് ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു. കനത്ത മഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പൂങ്കുന്നത്തെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ച പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജിറ്റ് സന്ദർശിച്ചു. നേതാക്കളായ സിജോ കടവിൽ, ആശിഷ് മൂത്തേടത്ത്, AK സുരേഷ്, കൌൺസിലർ അഞ്ജലി രാകേഷ്, അജിത് കുമാർ, സുജിത്, PN കൃഷ്ണൻകുട്ടി, KS ചന്ദ്രാനന്ദൻ, മുഹമ്മദ് ഹാഷിം, സിജോ പൂലോൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. പട്ടിക്കാട് NSS കരയോഗം 45ാം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടത്തി. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് രോഹിണി കോംപ്ലക്സിലെ NSS ഓഫീസുകളിലാണ് പരിപാടി നടത്തിയത്. കരയോഗം പ്രസിഡന്റ് K ഗോപകുമാർ അധ്യക്ഷനായി. താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A സുരേഷൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC +2 പൊതുപരീക്ഷകളിൽ വിജയിച്ച കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് ദാനവും അനുമോദനവും നടത്തി. കരയോഗത്തിലെ 70 വയസ്സ് തികഞ്ഞ മുതിർന്ന അംഗങ്ങളെ പൊന്നാടണിയിച്ച് ആദരിച്ചു. കൂടാതെ കരയോഗത്തിലെ അംഗങ്ങളിൽ വിവാഹം കഴിഞ്ഞ് 40 വർഷമായ ദമ്പതികളെ ആദരിച്ചു. കരയോഗം വൈസ് പ്രസിഡന്റ് ഗോപിനാഥ് താറ്റാട്ട് സ്വാഗത പ്രസംഗം നടത്തി. കരയോഗം സെക്രട്ടറി K സുകുമാരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ C മോഹനൻ കണക്ക് അവതരിപ്പിച്ചു. NSS ഇൻസ്പെക്ടർ MP ദേവൻ, സെക്രട്ടറി രഞ്ജിത്ത് മേനോൻ, താലൂക്ക് അംഗം ഉണ്ണികൃഷ്ണൻ, കരയോഗം വനിതാ സമാജം പ്രസിഡന്റ് സുമാ പ്രദീപ്, ജോയിന്റ് സെക്രട്ടറി അജിത് മേലുവീട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചേച്ചി പുഷ്പം പോരാ എന്ന് പറയുമെങ്കിലും കരയോഗം യൂണിയൻ സെക്രട്ടറി അല്ല വൈസ് പ്രസിഡന്റ് ഒരു സൗകര്യം കരയോഗ ഭാരവാഹികൾ ഉണ്ടാക്കി തന്നു. അതിന് പരമാവധി സഹകരിക്കണം, വരിസംഖ്യ കൃത്യമായി കൊടുക്കണം. ഇതിലെ സംഭാവന എനിക്ക് വേണ്ടി വരികയാണെങ്കിൽ കൊടുക്കലൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കറിയാം, നമുക്ക് NSSന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും വാർഷിക പൊതുയോഗം കൂടുക, മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുക, കിടന്നുറങ്ങുക, അടുത്ത വർഷം വീണ്ടും വരിക എന്നുള്ളതല്ല. ഇതിനൊക്കെ ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെയാണ്. മന്നത്ത ആചാര്യൻ ഈ വലിയൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയുടെ സാന്നിധ്യത്തിൽ അമ്മ കൊടുത്തി നൽകിയ കിടാവിളക്ക് കൊണ്ടാണ് അദ്ദേഹം അന്ന് 13 പേരടങ്ങിയ NSSന്റെ അന്നത്തെ നായകന്മാരെ കൊടുത്തി ഈ സംഘടനയുടെ രൂപം ഉണ്ടാക്കിയത്. നിങ്ങൾക്കറിയാം, ഈ കരയോഗം എങ്ങനെയാണ് ഈ
കരയോത്തിന് നമ്മുടെ പട്ടിക്കാട് ഒരു ചെറിയൊരു വേദി ഉണ്ടാക്കിയത്. അതിനേക്കാൾ വളരെ ദുരിതകാലത്ത് നമ്മുടെ നായർ സമുദായത്തിൽ അനാചാരങ്ങളും മറ്റും കൊടി കുത്തിയിരുന്ന കാലത്ത്, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്ന കാലത്ത് അതിന്റെയൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് ഈ സമുദായത്തിനെ രക്ഷിച്ചില്ലെങ്കിൽ ഈ നായർ സമുദായം തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷക വൃത്തി പോലും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഈ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാൽനടയായും ബസ്സിലും അന്ന് ഇത്രയ്ക്ക് സൗകര്യങ്ങളൊന്നുമില്ല, വഞ്ചിയിലും ഒക്കെ യാത്ര ചെയ്ത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള കേരളത്തിന്റെ തീരത്തൂടെ നടന്ന അദ്ദേഹം എല്ലാ സ്ഥലത്തും, തൃശ്ശൂരൊക്കെ എല്ലാവരും ഈ കരയോഗത്തിന്റെ അതിനായ യോഗാധ്യക്ഷൻ ഇപ്പോഴത്തെ ഭരണസമിതി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഷിക സർവകലാശാലയിലെ തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർവകലാശാല ജനറൽ കൌൺസിൽ യോഗം നടന്ന യൂണിവേഴ്സിറ്റിയിലെ ഇടത് ട്രേഡ് യൂണിയൻ സംഘടനകളുടെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തൃക്കൂർ മതികുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഭാഗവത സപ്താഹ യജ്ഞവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലയിൽ റെഡ് അലർട്ട്. മന്ത്രി OJ ജനീഷിന്റെ സാന്നിധ്യത്തിൽ അടിയന്തര ദുരന്ത നിവാരണ യോഗം ചേർന്നു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.